ടോപ്പ് 3 മൈക്രോ ചീറ്റിംഗ്സ്. എന്നാൽ ഇതൊക്കെ ചീറ്റിംഗ് ആണോ എന്ന് പല കപ്പിൾ സെഷനിലും ഉയർന്നു കേൾക്കുന്ന വാദങ്ങളുമാണ്. നമ്പർ 1 എന്ന് പറയുന്നത്, നമുക്ക് ക്രഷ് തോന്നുന്ന വ്യക്തിയെ നമ്മുടെ പാർട്ട്ണർ അറിയാതെ പോയി മീറ്റ് ചെയ്യുന്നു, അവരുമായി ഡേറ്റിംഗ് പ്ലാൻ ചെയ്യുന്നു, കോഫി കുടിക്കുന്നു, അത്തരത്തിലുള്ള കാര്യങ്ങൾ. നമ്പർ 2 എന്ന് പറയുന്നത്, നമ്മുടെ എക്സിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഒക്കെ എക്സസീവ്ലി ലൈക്ക് ചെയ്യുന്നു, കമന്റ് ചെയ്യുന്നു, അതോടൊപ്പം തന്നെ അവരെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇതേ സമയത്ത് നമ്മുടെ പാർട്ട്ണർ ഇടുന്ന ചില പോസ്റ്റുകളൊന്നും കണ്ടാൽ പോലും ലൈക്ക് അടിക്കാൻ നമുക്ക് തോന്നാറില്ല. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, പാർട്ട്ണറെ കുറിച്ചുള്ള കുറ്റങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കുക, എന്നിട്ട് അവിടെ ഒരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഇതെല്ലാം മൈക്രോ ചീറ്റിങ്ങിന്റെ ഭാഗം തന്നെയാണ് കേട്ടോ. അതിൽ പ്രത്യേകിച്ച് സംശയമൊന്നും വേണ്ട. കാരണം നമ്മളൊരു കമ്മിറ്റ്മെന്റോട് കൂടിയാണ് റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത്. ആ കമ്മിറ്റ്മെന്റിനെ ബ്രേക്ക് ചെയ്യുന്ന തരത്തിലുള്ള പ്രവണതകൾ എന്ത് തന്നെയാണെങ്കിലും അതെല്ലാം മൈക്രോ ചീറ്റിംഗ് ആണ്. യു ഡിസേർവ് എ പോസിറ്റീവ് ലൈഫ്. ബന്ധങ്ങൾ മനോഹരമാകട്ടെ.